നമ്മൾ പാർട്ട് 1 ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആൻഡ് ടൂൾസിനെ കുറിച്ച്. ഇത് സെക്കൻഡ് വീഡിയോ ആണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പം ആ വീഡിയോ കാണാത്തവര് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക. ആ വീഡിയോയിൽ ഞാൻ ടൂൾസിനെ കുറിച്ചും ഏതൊക്കെ വയേഴ്സ് ആണോ മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ ഏതൊക്കെ ഗ്ലൂ ഉപയോഗിക്കണം, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഹെഡ് പിൻ ആണിത്. നമുക്ക് ബീഡ്സ് ഒക്കെ ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഈ ഹെഡ് പിൻ ആണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ബീഡ്സ്, ഹാങ്ങിങ് ബീഡ്സ് കിട്ടും, വാങ്ങാനായിട്ട് കിട്ടും. ഇതുപോലെയുള്ള ഹാങ്ങിങ് ബീഡ്സ് നമുക്ക് കിട്ടും. അതല്ലാതെ നമ്മൾ വാങ്ങുന്ന ബീഡ്സിനെ ഹാങ് ചെയ്യാനായിട്ട്, വലിയ ബീഡ്സിനെയൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഹാങ്ങിങ് ബീഡ്സ്. ഇത് ബീഡ്സ് ആണ്. ഇതുപോലെ പല ഷേപ്പിലുള്ള ഹാങ്ങിങ് ബീഡ്സ് ഉണ്ട്. ഓവൽ ഷേപ്പിലുള്ളത് കിട്ടും, റൗണ്ട് ഷേപ്പിലുള്ളത്, അതുപോലെ ഇതുപോലത്തെ ഷേപ്പിലുള്ളതൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, പല കളേഴ്സിന്റെ കിട്ടും. ഇത് അതല്ലാതെ നമുക്ക് നമ്മൾ വാങ്ങുന്ന ബീഡ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു ഹാങ്ങിങ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഹെഡ് പിൻ. അപ്പം ഈ ഹെഡ് പിൻ വെച്ച് എങ്ങനെയാണ് ഹാങ്ങിങ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഞാൻ ഈ ഒരു ബീഡ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഈ ഹെഡ് പിന്നിനെ ഇളക്കുന്നു. അതിനുശേഷം നമ്മൾ റൗണ്ട് നോസ് പ്ലെയർ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് റൗണ്ട് നോസ് പ്ലെയർ. ഈ റൗണ്ട് നോസ് പ്ലെയർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ആദ്യം ഒന്ന് ബെൻഡ് ചെയ്യുക. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് ഷേപ്പിൽ ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതുപോലത്തെ ഹാങ്ങിങ്ങുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി ഈസി ആയിട്ട് കണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഹെഡ് പിൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഹെഡ് പിന്ന് യൂസേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഐ പിന്നാണ്. ഈ ഐ പിൻ എന്ന് പറയുന്നതും ഹാങ്ങിങ് പർപ്പസിനായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കണക്റ്റേഴ്സ്, അതായത് ഈ പെൻഡന്റ് കണക്റ്റേഴ്സ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് കണ്ടിന്യൂഷൻ കൊടുക്കാനും ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുണ്ടൻ സ്റ്റോൺസ് വെച്ചിട്ട് നമുക്കൊരു പെൻഡന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഐ പിൻ ബാക്കിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് കോർത്ത് ആ പെൻഡന്റ് നമുക്ക് കോർത്ത് മാലാക്കി മാറ്റാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു കുണ്ടൻ സ്റ്റോൺ വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് പെൻഡന്റ് ആണ്. ഇതിന്റെ ബാക്കിലോട്ട് കൊടുത്തിരിക്കുന്നത് ഐ പിൻ സ്റ്റിക്ക് ചെയ്ത്. ഇത് ഫിനിഷിംഗ് ആയിട്ടില്ല. ഇതിന്റെ ബാക്കിൽ നമ്മൾ ഇതേ ഷേപ്പിൽ വാക്സ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ ഉണ്ട്. അപ്പം ഇങ്ങനെ കാണിക്കാനായിട്ടാണ് ഇത് ഐ പിന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നമുക്ക് ഗിയർ വെയർ ഇട്ട്, ഇത് ഗിയർ വെയർ ചെയിൻ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കിതൊരു മാലയായിട്ട് കൊടുത്തെടുക്കാൻ പറ്റും. മാലയോ ഇയറിങ്സോ. ഇതിലോട്ട് ഇനിയിപ്പോ ഒരു ഇയർ ഹുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇയറിംഗ് ആയിട്ട് ഇടാൻ പറ്റും. ഇതാണ് ഇയർ ഹുക്ക്.
കണ്ടോ, ഇതാണ് ഇയർ ഹുക്ക്. ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പ് അങ്ങോട്ട് ഓപ്പൺ ആക്കുക. ഇയർ ഹുക്കിന്റെ ലൂപ്പ് അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻഡന്റ് ഇതിലോട്ടേക്ക് ഇടാൻ സാധിക്കും. എന്നിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു ഇയറിംഗ് ആയിട്ട് നമുക്കത് ഇടാൻ പറ്റും. അപ്പൊ ഇതാണ് ഐപിന് വെച്ച് നമ്മൾ ചെയ്തെടുക്കും. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തായിട്ടുള്ളത് ജെം റിംഗ് ആണ്. ജെം റിംഗ് ആണ്. ഇതിന്റെ പർപ്പസും ഹാങ്ങിങ് തന്നെ. ഹാങ്ങിങ് കണക്ടേഴ്സ് കൊടുക്കുക, കണക്ടേഴ്സിനെ ജോയിൻ ചെയ്യുകയൊക്കെ തന്നെയാണ്. ഇതാണ്, ഇത് കണ്ടോ. ഇപ്പൊ ഈ മാല നോക്കുവാണെങ്കിൽ ജെം റിംഗ്സിലാണ് ഞാൻ ഈ ബീഡിനെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പോർഷൻ നമുക്ക് ജെം റിംഗ് വെച്ച് കണക്ട് ചെയ്യാം. ഈ മാല ചെയ്തിരിക്കുന്നത് ഗിയർ വയറിനകത്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കാരണം ഫ്ലെക്സിബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ജെം റിംഗ് ഉപയോഗിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതുപോലെ ഹാങ്ങിങ് നമുക്ക് ജെം റിംഗ് വെച്ച് കൊടുക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. അതുപോലെ തന്നെ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് ഹുക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ജെം റിംഗിൽ. ഇതാണ് ഫേസ് വയർ. ഇതാണ് ഫ്യൂസ് വയർ. ഇത് നമുക്ക് ഹാങ്ങിങ്ങിന് ലൂപ്പ് ഉണ്ടാക്കാനും ഉപയോഗിക്കും. ചെറിയ ബീഡ്സിനെ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കും. ഇത്തരം ലോറി ബീഡ്സിനെ ഹാങ് ചെയ്തിരിക്കുന്നത് ഇതേ ഫ്യൂസ് വയർ കൊണ്ടാണ്. ഞാനിപ്പോ ഈ കാണിക്കുന്നതെല്ലാം ഗോൾഡിന്റെ മാത്രം കാണിക്കുന്നു. ഈ സെയിം സാധനങ്ങൾ സിൽവറിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് സിൽവറിന്റെ ഫ്യൂസ് വയർ ആണ്. ഞാനിപ്പോ ഗോൾഡ് തന്നെ ഫുള്ളും കാണിക്കുകയാണ്. ഇത് 3 തരത്തിലുള്ള ഹുക്കുകളാണ്. മാലയ്ക്കായിട്ട് യൂസ് ചെയ്യുന്ന ഹുക്കുകളാണ്. ഇത് നമ്മള് സാധാ എക്സ്റ്റൻഷനോട് കൂടി വന്നിട്ടുള്ള ഹുക്കാണ്. സാധാ കൊളുത്ത്. ഇത് എക്സ്റ്റൻഷനോട് കൂടി വന്നിട്ടുള്ള കൊളുത്താണ്. ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും. ഇത് എസ്കേപ്പ് ഹുക്കാണ്. ഇത് ലോബ്സ്റ്റർ ഹുക്കാണ്. ലോബ്സ്റ്റർ ഹുക്ക്. പിന്നെ ഇത് നമ്മള് കമ്മലിന്റെ സ്റ്റഡിന്റെ ബാക്കിൽ വെച്ചു കൊടുക്കുന്നു. കമ്മലുണ്ടാക്കുന്നത്. ഇത് സ്റ്റോപ്പറാണ്, ബാക്കില് വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് ചെയിനാണ്. മാല ഉണ്ടാക്കാനുള്ള ചെയിന്. ഇതൊക്കെ മാലയ്ക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മാല മാത്രമല്ല, ബ്രേസ്ലെറ്റിനൊക്കെ ഇവിടെ ഈ സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ളതാണ്. സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള സ്പേസർ ബീഡ്സ് ആണ്. റൈൻ സ്റ്റോൺ സ്പേസർ ബീഡ്സ്. ഇത് 4 mm മെറ്റൽ ബോൾസ് ആണ്. ഇത് ലോറിയൽ ബീഡ്സ് ആണ്. ഇതുപോലെ മാലയ്ക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് പല കളേഴ്സും അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റൽ ബോൾസ്. അതുപോലെ തന്നെ ഇത് സ്റ്റോൺ ബോൾസ് ആണ്. ഇത് നമ്മൾ മാലയ്ക്ക് ഡെക്കറേഷൻ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇത് നമ്മൾ മാലയ്ക്ക് കൊടുക്കുന്ന ബാക്ക് ത്രെഡ് ആണ്. ഇത് ഗിയർ ലോക്ക്. ഇത് സ്റ്റോൺ ചെയിൻ ആണ്. അത് ഇത് വെച്ച് കമ്മലൊക്കെ
ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ലോക്കറ്റൊക്കെ നമുക്ക് കുണ്ടൻ സ്റ്റോൺസ് ഒക്കെ വെച്ച് ചെയ്തെടുക്കാം. ഇതിന് ഡിസൈനായിട്ട് ഇതൊക്കെ ഒട്ടിച്ച് കൊടുത്ത് ചെയ്ത് നമുക്ക് ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഫെർദോസി സ്പ്രിംഗ് ആണ്. ഇത് നമ്മൾ ഈ ഡിസൈൻ വർക്കിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫാബ്രിക് ഡിസൈനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് എക്സ്റ്റൻഷൻ ചെയിൻ ആണ്. നമ്മൾ മാലയൊക്കെ ബാക്കിൽ കൊടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കത്തിനനുസരിച്ച് മാല അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ ചെയിൻ യൂസ് ചെയ്യാം. ഇത് കുണ്ടൻ സ്റ്റോൺസ് ആണ്. ഇത് ഒരു ടൈപ്പ് കുണ്ടൻ സ്റ്റോൺസ് ആണ്. ഇത് ഗ്ലോസി കുണ്ടൻസിന്റെ ഗോൾഡൻ ഗ്ലോസിയുടെ വേറെ പല കളേഴ്സ് ഷേപ്പിലുള്ള കുണ്ടൻസ് ഉണ്ട്. സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ളതുണ്ട്, പല ഷേപ്പിലുണ്ട്, മൂൺ ഷേപ്പിലുള്ളതുണ്ട്. നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ചുള്ള കുണ്ടൻ സ്റ്റോൺസ് നമുക്ക് മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പല കളേഴ്സുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച മെറ്റൽ ബോൾസിന്റെ പ്രീമിയം മെറ്റൽ ബോളാണ്. ഇത് മുമ്പേ കാണിച്ച 4 ഇതിന് പല അളവിലുള്ള മെഷർമെന്റിലുള്ള ബീഡ്സ് നമുക്ക് കിട്ടും. ഇത് ബ്രേസ്ലെറ്റിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രേസ്ലെറ്റ്, മാല, ഇയറിങ്സിനൊക്കെ മേക്കിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതുപോലത്തെ വളയുടെ ബേസ് കിട്ടും. നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ച് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. ഇത് മോതിരത്തിന്റെ ബേസാണ്. അതുപോലെ തന്നെ ഇയറിങ്സ്, ഇതിന്റെ ഗോൾഡൻ കിട്ടും, സിൽവർ, ഇതിന്റെയൊക്കെ സിൽവർ കളറിലും അവൈലബിൾ ആണ്. ഇത് ഇയറിങ്സ് ആണ്. ഇതിലൊക്കെ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്ത് ഇയറിങ്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്ലാസ്റ്റിക് ബേസ് ഉള്ള വളയുണ്ട്. അതിൽ നമ്മൾ സിൽക്ക് ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് നമ്മളിങ്ങനെ ചുറ്റി അതിൽ കുണ്ടൻ സ്റ്റോൺസിന്റെ വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന വളയും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്. അപ്പം ഇതിനെ കുറിച്ചെങ്കിലും ആരെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റ്സ് ആയിട്ടൊന്ന് പറയുക. നമുക്കതിന്റെ ക്ലാരിറ്റി വരുത്താവുന്നതാണ്.